മീ ടേസ്റ്റ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പായസമാണ്. അതിനായിട്ട് ഞാൻ 1 കിലോ മത്തങ്ങ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായി വേവിച്ച് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. ഒരു ചെറിയ ബോൾ ചവ്വരി, അതും പകുതി വേവിച്ചെടുക്കുക. പിന്നെ ഒരു ഉരുളിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് പിന്നെ നമ്മൾ മത്തങ്ങ അരച്ച് വെച്ച് കൊണ്ടുവന്നതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തങ്ങ വേവിച്ച് അരച്ചതാണിത്. അതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വഴറ്റിയെടുക്കുക, നെയ്യിലിട്ട് വഴറ്റി എടുക്കുക. ഈ പരുവമാവുമ്പോൾ അതിലേക്ക് ശർക്കര, 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നാളികേരത്തിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് നാളികേരത്തിൻ്റെ 3-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 നാളികേരമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 3-ാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിളച്ച് നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി വേവായ ചവ്വരിയാണ് അത് നന്നായി അതിൻ്റെ കട്ടയെല്ലാം മാറ്റിയെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ചവ്വരി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് രണ്ടാമത് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പാല് ഒഴിച്ചു കൊടുക്കുക. അതവിടെ തിളച്ച് കുറുകി വരുന്ന നേരം നമുക്ക് വേറൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ തേങ്ങ ചെറുതായി കൊത്തിയെടുത്തത് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ പകുതി ഫ്രൈ ആവുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് നന്നായി അതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ അതിലേക്ക് ഉണക്കമുന്തിരി കുറച്ച് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇത് 2-ാം പാൽ ഒഴിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് തിള വരേണ്ട ആവശ്യമില്ല. 1-ാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയും 1 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുക. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വരുമ്പോൾ നന്നായി കുറുകി വരും. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണാം.